നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം വട്ടവും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് 9 മണിക്കൂറിലധികം നീണ്ടുനിന്ന വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണ പുറത്തിറങ്ങിയത്. കേസിൽ വീണയെ വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം വീണ അങ്ങോട്ട് ആ ദിവസം തെരഞ്ഞെടുത്ത് പോയതാണ്. 29-നായിരുന്നു വീണയെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാൾ മുൻപ് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് വീണ നടത്തിയത്. അങ്ങനെയാണ് വീണ ഇന്നലെ ED ഓഫീസിൽ എത്തുന്നത്, ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്തത്. കേസിൽ തുടരന്വേഷണം നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വീണ ഉൾപ്പെടെയുള്ള 8 പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയത്. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ, അതായത് ജൂൺ 29, അതിനുള്ളിൽ ഹാജരാകണമെന്നാണ് വീണ ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും EDയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് നേരത്തെ തന്നെ ഹാജരാകുകയായിരുന്നു. രാവിലെ 9:30-ഓടെ ED ഓഫീസിലെത്തിയ വീണയെ 10:30-ഓടെയാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. കേസിൽ വീണ ഉൾപ്പെടെ 7 പേരെയാണ് ED ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ 134 നിർണായക രേഖകൾ EDക്ക് ലഭിച്ചിരുന്നു. കൊച്ചിയിലെ കമ്പനികാര്യ കോടതിയിൽ ED നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഈ രേഖകൾ കൈമാറിയത്. ഇതിനെതിരെ CMRL കോടതിയിൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും കോടതി അത് തള്ളിക്കളയുകയായിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. CMRL എന്ന സ്വകാര്യ കമ്പനിയും ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് കേസ്. എക്സാലോജിക് നൽകിയ IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ CMRL 1,72,00,000 രൂപ നൽകിയെന്നും എന്നാൽ കമ്പനിക്ക് അത്തരം സേവനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമുള്ള ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് അന്വേഷണങ്ങൾക്ക് ആധാരമായത്. തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തത്. യാതൊരു സേവനവും നൽകാതെ കൈപ്പറ്റിയ തുക അനധികൃത സാമ്പത്തിക ഇടപാടാണോ എന്നും ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുമാണ് കേന്ദ്ര ഏജൻസികൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. സേവനം നൽകിയെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് കേസിലെ അഴിമതി സാധ്യതകൾക്ക് ബലം നൽകുന്നു. തന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെ CMRLുമായി നടന്ന ഇടപാടുകളിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് വീണയുടെ വാദം. എന്നാൽ കരാർ പ്രകാരമുള്ള സേവനങ്ങൾ നൽകിയോ എന്ന ചോദ്യത്തിന് മുന്നിൽ വീണയുടെ മറുപടികൾ പതറി. സേവനം നൽകിയതായി അവകാശപ്പെടുമ്പോഴും അത് രേഖാമൂലം തെളിയിക്കാനോ സാങ്കേതികമായ വിശദീകരണം നൽകാനോ വീണയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെ കേസ് കേവലം സാമ്പത്തിക ഇടപാടിൽ നിന്നും അഴിമതിയിലേക്ക് വഴിമാറുകയാണ്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ പങ്ക് അന്വേഷണ പരിധിയിലാകുന്നു എന്നതും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CMRLന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതിനും അതിന് പ്രത്യുപകാരമായ മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയോ എന്നതുമാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അധികാരവും പണവും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ട് സംശയനിഴലിലാകും. ED പിടിച്ചെടുത്ത SFIO രേഖകളാണ് കേസിൽ നിർണായകമായത്. കുറ്റപത്രത്തിലെ 134 സുപ്രധാന രേഖകൾ വീണയുടെ വാദങ്ങളെ ഒന്നൊന്നായി പൊളിച്ചടക്കുന്നുണ്ട്. കരാർ രേഖകളും പണമിടപാടുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഈ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതാണ് വീണയുടെ മൊഴികളിലെ അവ്യക്തതയ്ക്ക് കാരണമെന്നും സൂചനയുണ്ട്. അന്വേഷണം ഇപ്പോൾ വീണയിൽ മാത്രം ഒതുങ്ങുന്നില്ല. CMRL ഉന്നതരും ഇടനിലക്കാരും ഉൾപ്പെടെ കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രമുഖരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം.
കേസിൽ ഇതുവരെ 7 പേരെയാണ് ചോദ്യം ചെയ്ത് കഴിഞ്ഞെങ്കിലും വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന 3ാം ഘട്ട ചോദ്യം ചെയ്യലിൽ വീണയോട് കൂടുതൽ കർശനമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതോടുകൂടി അവരിലേക്കും എത്തും എന്ന് തന്നെയാണ് സൂചന. ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും വീണ ഒഴിഞ്ഞു മാറുന്നതും അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. നേരത്തെ ഹാജരാകാൻ സമയം ചോദിച്ചിരുന്നുവെങ്കിലും ഇഡിയുടെ സമ്മർദ്ദത്താൽ നേരത്തെ എത്താൻ അവർ നിർബന്ധിതയായിരുന്നു. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വീണ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് CMRL സർക്കാർ തലത്തിലെ അഴിമതി ശൃംഖലയെ പൊളിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ അന്വേഷണം CMRL കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കും പിണറായി സർക്കാരിന്റെ ഭരണകാലത്തെ തീരുമാനങ്ങളിലേക്കും കടക്കുകയാണ്. ഇഡി കണ്ടെത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ ചെറിയൊരു കരാർ ലംഘനമല്ല, മറിച്ച് ആസൂത്രിതമായ അഴിമതിയാണെന്നാണ് വിലയിരുത്തൽ. വീണയുടെ കമ്പനിക്ക് നൽകിയ തുക യഥാർത്ഥത്തിൽ സേവനത്തിനാണോ അതോ മറ്റെന്തെങ്കിലും സ്വാധീനത്തിനാണോ എന്നത് തെളിഞ്ഞാൽ അത് വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാകും വഴിവെക്കുക. ഈ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം തേടിയാണ് ഇഡിയുടെ അടുത്ത നീക്കങ്ങൾ. എന്ത് വന്നാലും വീണയുടെ നിലപാട് മാറ്റമില്ലാതെ തുടരുമ്പോൾ ഇഡിയുടെ കയ്യിലുള്ള പ്രസക്തമായ തെളിവുകൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. ഏതായാലും ഇനിയും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇഡി വീണയ്ക്ക് നോട്ടീസ് നൽകാനും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. വീണ മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ ഇനി ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തും എന്നുള്ളതും കേരളം ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ്.